എറണാകുളത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് നവമി ദിനേശ് അവിടെ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഈ ഇലക്ട്രോണിക് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നു എല്ലായിടങ്ങളിലും. എറണാകുളത്ത് എന്താണ് സാഹചര്യം? തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ UDF-നെ സംബന്ധിച്ച് അവർക്കൊരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകും എന്ന് കരുതുന്ന ഇടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ അതിനുള്ള ആത്മവിശ്വാസം അവർക്ക് നൽകുന്ന കണക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അതേസമയം LDF-നെ സംബന്ധിച്ച് അവർ ഭരണം നേടുമ്പോഴും അവർക്ക് വലിയ രീതിയിൽ അവിടെ മെച്ചമുണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് പലപ്പോഴും എന്ന ഒരു യാഥാർത്ഥ്യവുമുണ്ട്. അപ്പോഴും കളമശ്ശേരിയൊക്കെ ഉറപ്പായും തങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുമെന്ന പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചുള്ളത്. എന്താണ് ജില്ലയിലെ സാഹചര്യങ്ങൾ? രണിക, ഗുഡ് മോർണിംഗ്. എറണാകുളം ജില്ലയിൽ 14 മണ്ഡലങ്ങളാണുള്ളത്. ഈ 14 മണ്ഡലങ്ങളിലും ഇന്നലെ അതിഗംഭീരമായിട്ടുള്ള കൊട്ടിക്കലാശം തന്നെയായിരുന്നു. വലിയ പ്രവർത്തകരുടെ ഒരു നിര തന്നെ എല്ലാ പാർട്ടികളിലുമൊക്കെ നമ്മൾ മണ്ഡലങ്ങളിൽ കണ്ടു. ഇന്ന് രാവിലെ 8 മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം എല്ലാമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മഹാരാജാസ് കോളേജിൽ വെച്ചാണ് ഈ സാമഗ്രികളുടെ വിതരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 8 മണി മുതൽ തന്നെ ആ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പോളിംഗ് ബൂത്തിൽ എത്താൻ നമ്മൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരളം അങ്ങനെ വിധി എഴുതാൻ പോവുകയാണ്. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കും? LDF ഭരിക്കുമോ, അതോ ഒരു തുടർഭരണം ഉണ്ടാകുമോ, അതോ UDF ഭരിക്കുമോ, BJP അക്കൗണ്ട് തുറക്കുകയോ? അങ്ങനെ വലിയ ആകാംക്ഷയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ആരായിരിക്കും മുഖ്യമന്ത്രി? പിണറായി വിജയൻ തന്നെ തുടരുമോ, അതോ UDF-ൽ നിന്നും ആര്? VD സതീശനോ, രമേശ് ചെന്നിത്തലയോ, KC വേണുഗോപാലോ? അങ്ങനെ പല പേരുകളൊക്കെ ഉയരുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എറണാകുളം ജില്ല, രേണുക പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു മണ്ഡലം തന്നെയാണ്. വലിയ ജനവിരുദ്ധ തരംഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും UDF-നെ എറണാകുളം ജില്ല കൈവിട്ടിട്ടില്ല. കഴിഞ്ഞ തവണ 9 മണ്ഡലങ്ങളാണ് UDF പിടിച്ചെടുത്തത്. ഇത്തവണ അത് 12 മണ്ഡലങ്ങളും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം കളത്തിലിറങ്ങിയിരിക്കുന്നത്. VD സതീശന്റെ ജില്ല കൂടിയാണ് എറണാകുളം, മണ്ഡലം പറവൂരാണ്. അവിടെയും ഇത്തവണ കടുത്ത പോരാട്ടം തന്നെയാണുള്ളത്. VD സതീശൻ കഴിഞ്ഞ 25 വർഷമായി പറവൂരിൽ നിന്നുള്ള MLA ആണെങ്കിൽ പോലും ഇത്തവണ അദ്ദേഹത്തിന് അല്പം കൂടി മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു. കാരണം BJP വലിയ രീതിയിൽ വോട്ട് ശതമാനം ഉയർത്തും എന്നൊരാശങ്ക UDF അണികൾക്കിടയിലുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവിടെയുള്ള BJP-യുടെ സ്ഥാനാർത്ഥി വത്സലകുമാരി അത് VD സതീശന്റെ തന്നെ അനുയായിയായിരുന്നു, സന്തത സഹചാരിയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹവുമായിട്ടൊക്കെ വഴക്കിട്ട് BJP-യിലേക്ക് ചേക്കേറിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു UDF-ന്റെ ഒരു വിഭാഗം വോട്ടുകളൊക്കെ വത്സലകുമാരി കൊണ്ടുപോകുമെന്നുള്ളൊരാശങ്ക ഉള്ളതുകൊണ്ട് ഇത്തവണ പതിവിന് വിപരീതമായി കൂടുതൽ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് മണ്ഡലത്തിലുണ്ടായിരുന്നു. മറ്റൊന്ന് കളമശ്ശേരിയാണ്, P രാജീവിന്റെ മണ്ഡലം. അവിടെ രാജീവ് തന്നെ 3ാം വട്ടവും വിജയിച്ച് MLA ആയി വരും എന്ന ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് ഇടത് ക്യാമ്പിനുള്ളത്. എങ്കിൽ പോലും അവിടെയുള്ള അബ്ദുൾ ഗഫൂറാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി. അത് നമുക്കറിയാം, ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. തൻ്റെ പിതാവ് വെച്ച വികസനങ്ങളല്ലാതെ മറ്റൊന്നും അവിടെ രാജീവിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം മകനായിട്ടുള്ള അബ്ദുൾ ഗഫൂർ പറയുന്നത്. എന്തായാലും അതും ഇന്നലെ കൊട്ടിക്കലാശത്തിനായിക്കോട്ടെ വേടനടക്കം വലിയ ആവേശവും ആരവവുമായിരുന്നു പ്രവർത്തകർക്കിടയിലുമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഈ 2 മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജനപ്രിയരായിട്ടുള്ള 2 വ്യക്തികൾ മത്സരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഈ 2 മണ്ഡലങ്ങളിലാണ്. അതുകൂടാതെ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ 5 മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ള കിണഞ്ഞ ശ്രമമാണ് UDF പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലുമൊക്കെ ഉള്ളത്. അതിലൊന്ന് കുന്നത്തുനാട്, രണ്ടാമത്തേത് കോതമംഗലം, മൂന്നാമത്തേത് വൈപ്പിൻ, കൊച്ചി, കളമശ്ശേരി. ഇതിൽ കൊച്ചിയിൽ ഇത്തവണത്തെ ഒരു ടൈറ്റ് പോരാട്ടമാണ്. VD സതീശന്റെ തന്നെ വിശ്വസ്തനായ മുഹമ്മദ് ഷിയാസിന് വേണ്ടി കൊച്ചിയിലെ ആ മണ്ഡലം കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് യുദ്ധം ചെയ്തതിനൊടുവിലാണ് VD സതീശൻ മുഹമ്മദ് ഷിയാസിന് വേണ്ടി ആ സീറ്റ് ഉറപ്പിച്ചത്. അവിടെ
KJ മാക്സിയാണ് എതിർ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 വർഷമായി KJ മാക്സി അവിടെ ജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ലത്തീൻ സഭയുടെ വോട്ട് വളരെയേറെ കൂടുതലുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ ലത്തീൻ സഭ ഇത്തവണ ആർക്കായിരിക്കും പിന്തുണ നൽകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയും വലിയ ശക്തമായ പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈപ്പിൻ, കോതമംഗലം ഈ 2 മണ്ഡലങ്ങളും കൈവിട്ടു പോകാതിരിക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തിരിച്ചു പിടിക്കുക എന്നതാണ് കോൺഗ്രസിന്റെയും ലക്ഷ്യം. ഇങ്ങനെയാണ് മണ്ഡലത്തിന്റെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും നമുക്കറിയാം UDFന് മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. അതിൽ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം തൃക്കാക്കരയിലെയും തൃപ്പൂണിത്തറയിലെയും NDA സ്ഥാനാർത്ഥികളാണ്. അത് 2020യുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഈ ടെലിവിഷനിലും സിനിമയിലുമൊക്കെ സജീവമായി നിൽക്കുന്ന 2 പേരാണ്. ഒന്ന് അഖിൽ മാരാർ തൃക്കാക്കര ഉമാ തോമസിനെതിരെയാണ് പ്രചാരണം കടുപ്പിച്ചിരിക്കുന്നത്, മത്സരിക്കുന്നത്. വലിയ ജനപ്രീതി തന്നെയാണ് അഖിൽ മാരാറും മണ്ഡലത്തിൽ ഈ ദിവസങ്ങളിൽ. വളരെ കുറച്ച് ദിവസമേ ഉണ്ടായെങ്കിൽ പോലും അവിടെയൊക്കെ വലിയ ശക്തമായ പോരാട്ടം, പ്രചാരണം നടത്തുവാൻ അഖിൽ മാരാറിന് സാധിച്ചു. തൃപ്പൂണിത്തറയിലായിക്കോട്ടെ അഞ്ജലി നായരാണ്. നമുക്കറിയാം തൃപ്പൂണിത്തറ BJP ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്ത മണ്ഡലമാണ്. തൃപ്പൂണിത്തറ നഗരസഭ പിടിച്ചെടുത്ത ഇടമാണ്. പക്ഷെ അവിടെ ഒരു 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ BJPക്ക് ഇടയിൽ തന്നെ വലിയ അമർഷമുണ്ട്, വലിയ പ്രതിഷേധമുണ്ട്. അപ്പോൾ അഞ്ജലി നായർക്ക് ആ BJP വോട്ട് തന്നെ കിട്ടുമോ എന്നൊരാശങ്കയുണ്ട്. അതോ അത് മറ്റിടങ്ങളിലേക്ക് മറിഞ്ഞു പോകുമോ എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. തൃപ്പൂണിത്തറയിലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് K ബാബു, അവിടുത്തെ നേരത്തെ മന്ത്രിയും MLAയും ഒക്കെ ആയിരുന്ന, വർഷങ്ങളായി മണ്ഡലത്തിൽ ജയിച്ചു കയറുന്ന K ബാബുവാണ്. K ബാബുവിന്റെ അനുയായി ആയിട്ടുള്ള ദീപക് ജോയിയാണ് അവിടെ തൃപ്പൂണിത്തറയിൽ ഇത്തവണ UDFന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്, സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. അപ്പോൾ K ബാബുവിന്റെ വോട്ട് എങ്ങും പോകാതെ, മറ്റടിയൊഴുക്കുകളൊന്നും തന്നെ ഇല്ലാതെ തനിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണ് ദീപക് ജോയിക്ക് വെച്ച് പുലർത്തുന്നത്. ദീപക് ജോയിയുടെ എതിർവശത്തിരിക്കുന്ന LDF സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണനാണ്. വൈപ്പിലും കഴിഞ്ഞ വർഷം ഇവർ തന്നെയായിരുന്നു. വൈപ്പിൽ മത്സരം നടത്തിയപ്പോൾ അന്ന് ദീപക് ജോയി തോറ്റിരുന്നു. അപ്പോൾ വീണ്ടും തൃപ്പൂണിത്തറയിലേക്ക് വരുമ്പോൾ അവിടെയും ഉണ്ണികൃഷ്ണനെതിരായിട്ടാണ് ദീപക് ജോയി മത്സരിക്കുന്നത്. അതിൽ തുടക്ക സമയത്ത് ദീപക് ജോയിക്ക് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഒരു തിരിച്ചടി കിട്ടുമോ എന്ന്. പക്ഷേ K ബാബുവിനെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് മണ്ഡലത്തിൽ ദീപക് ജോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും മറ്റ് മണ്ഡലങ്ങളിലേക്ക്, എറണാകുളം, ആലുവ, അങ്കമാലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളായി അത് UDFന്റെ സ്വന്തം മണ്ഡലമാണ്. മറ്റ് അപ്രതീക്ഷിതമായിട്ടുള്ള ചരിത്രമോ അല്ലെങ്കിൽ അടിയൊഴുക്കുകളോ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. പക്ഷെ ആലുവയിൽ അൻവർ സാദത്തിനെതിരായി മത്സരിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥി AM ആരിഫാണ്. ആരിഫ് അവിടെ വലിയ രീതിയിൽ വോട്ട് പിടിക്കാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും വലിയ ആവേശം തന്നെയാണ് ഇത്തവണയും എറണാകുളം ജില്ലയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വലിയ ആവേശം തന്നെയാണ്. UDF തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുമ്പോൾ മണ്ഡലത്തിന്റെ പൊതുവെയുള്ള സാഹചര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം, അതായത് മുഴുവൻ മണ്ഡലങ്ങളും പിടിക്കാം എന്ന ഒരു ആത്മവിശ്വാസത്തോടെ UDF നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതല്ല യഥാർത്ഥത്തിൽ ജില്ലയിലെ സാഹചര്യം. പലയിടങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നു. അതിൽ ഏതാണ്ട് 3-4 മണ്ഡലങ്ങൾ തന്നെ ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇടമാണ്. അതിൽ കളമശ്ശേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, കളമശ്ശേരി വൈപ്പിനുമൊക്കെ ആ രീതിയിൽ പ്രവചനം പോലും സാധ്യമാകാത്ത തരത്തിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്നു എന്ന ഒരു നിലയിലാണോ നമുക്ക് ഈ കൊട്ടിക്കലാശവും പിന്നിട്ട് ഇന്നത്തെ ദിവസം എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ശക്തമായതാണ് ഈ ഡാം തുറന്നുവിട്ടു എന്ന വിവാദം. പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ ഉയർത്തിവിട്ട വിവാദം. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.